ദയാലുവായ അംബരീഷൻ. ഒരു തവണ മഹാരാജാവായ അംബരീഷൻ 3 ദിവസം വിഷ്ണുനാമം മാത്രം ജപിച്ചുകൊണ്ട് വ്രതമിരുന്നു. ഈ ദിവസങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഭക്ഷണമോ ജലപാനമോ അദ്ദേഹം ചെയ്തില്ല. 3 ദിവസത്തിനു ശേഷം അദ്ദേഹം എല്ലാ ബ്രാഹ്മണ പണ്ഡിതന്മാരെയും ബ്രാഹ്മണ സൽക്കാരത്തിനായി ക്ഷണിച്ചു. എല്ലാവരെയും അദ്ദേഹം വേണ്ട വിധത്തിൽ ആദരിച്ചു, സൽക്കരിച്ചു. ധനവും ഗോക്കളും വേണ്ടുവോളം ദാനം നൽകി. ആ സമയത്ത് ദുർവാസാവ് മഹർഷി അവിടെ വന്നു. മഹാരാജാവ് അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: താങ്കളുടെ സാമീപ്യം എന്റെ സൗഭാഗ്യമാണ്. ദയവായി എന്റെ സൽക്കാരം സ്വീകരിച്ച് എന്നെ ആശീർവദിക്കൂ. തീർച്ചയായും മഹാരാജ, അതിനു മുൻപ് എനിക്ക് നദിയിൽ സ്നാനം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമേ ഞാൻ ആഹാരം കഴിക്കൂ. ദുർവാസാവ് മഹർഷി ഇങ്ങനെ പറഞ്ഞ് സ്നാനത്തിനു വേണ്ടി നദിക്കരയിലേക്ക് പോയി. എല്ലാവരും അദ്ദേഹത്തെ കാത്തുനിന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. മഹാരാജാവിന് വ്രതം അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പോൾ രാജഗുരു ഇങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, താങ്കൾ വ്രതം അവസാനിപ്പിക്കൂ. മധ്യാഹ്നത്തിനു മുൻപ് വ്രതം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാപമാണ്. ദുർവാസാവ് മഹർഷി ഇതുവരെ തിരിച്ചു വന്നില്ല. അദ്ദേഹം എന്റെ അതിഥിയാണ്. അദ്ദേഹത്തിന്റെ കോപത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഞാൻ അദ്ദേഹം തിരിച്ചു വന്നതിന് മുൻപ് ആഹാരം കഴിച്ചാൽ അദ്ദേഹം കോപിക്കും. മധ്യാഹ്നത്തിന് മുൻപ് വ്രതം അവസാനിപ്പിക്കാൻ അങ്ങ് കുറച്ച് ജലം കുടിക്കൂ. ദുർവാസാവ് മഹർഷി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ ചെയ്താൽ പാപം ലഭിക്കുകയില്ല, അദ്ദേഹം ശപിക്കുകയുമില്ല. പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു. രാജാവ് അംബരീഷൻ പണ്ഡിതോപദേശം കേട്ട് ജലം കുടിക്കുവാൻ പാത്രമെടുത്തു. അദ്ദേഹം ജലം കുടിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി വന്നു. മഹാരാജാവിന്റെ കയ്യിൽ ജലപാത്രം കണ്ട് ദുർവാസാവ് മഹർഷി കോപത്തോടെ ജ്വലിച്ചു: അംബരീക്ഷ, എനിക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപ് നിനക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള ധൈര്യം എങ്ങനെ വന്നു? ഞാൻ വ്രതം അവസാനിപ്പിക്കാൻ ജലം മാത്രമേ കുടിച്ചുള്ളൂ, ഭക്ഷണം കഴിച്ചിട്ടില്ല. നീ ഇങ്ങനെയാണോ അതിഥികളോട് പെരുമാറാൻ പഠിച്ചിട്ടുള്ളത്? നിനക്കിതിന്റെ ശിക്ഷ ലഭിച്ചിരിക്കും, തീർച്ച. ഇതും പറഞ്ഞ് ഋഷി ദുർവാസാവ് തന്റെ തലയിൽ നിന്ന് ഒരു മുടി പറിച്ചെടുത്ത് ചക്രം നിർമ്മിച്ച് മഹാരാജാവ് അംബരീഷന്റെ തല കൊയ്യുവാൻ വേണ്ടി അയച്ചു. തന്റെ ജീവൻ രക്ഷിക്കുവാൻ മഹാരാജാവ് അംബരീഷൻ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ വിഷ്ണു തന്റെ ഭക്തന്റെ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി സുദർശന ചക്രം അയച്ചു. ഭഗവാൻ വിഷ്ണുവിന്റെ സുദർശനം മഹർഷിയുടെ ചക്രത്തെ നശിപ്പിച്ചു. എന്നിട്ട് ദുർവാസാവിന് നേരെ പാഞ്ഞു. തന്റെ ജീവൻ രക്ഷിക്കുവാൻ ദുർവാസാവ് മഹർഷി വേഗത്തിലോടി. നദീതടത്തിലെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോഴും സുദർശനം അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഋഷി ദുർവാസാവ് ബ്രഹ്മദേവന്റെ അടുത്തെത്തി അപേക്ഷിച്ചു: ബ്രഹ്മദേവ, എന്നെ രക്ഷിക്കൂ. വിഷ്ണുവിന്റെ സുദർശന ചക്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കൂ. ഇവിടെ നിന്ന് പോകൂ. നീ ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തനെ അപമാനിച്ചു. എനിക്ക് താങ്കളെ സഹായിക്കാനാവില്ല. ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് ദുർവാസാവ് ഭഗവാൻ ശിവന്റെ അടുത്തേക്ക് ഓടി. ഭഗവാൻ ശിവൻ ഇങ്ങനെ പറഞ്ഞു: ഇത് വിഷ്ണുവിന്റെ ചക്രമാണ്. സഹായത്തിനായി താങ്കൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോകും. എനിക്ക് താങ്കളെ സഹായിക്കാനാവില്ല. ഇത് കേട്ട ദുർവാസാവ് ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടി സങ്കടത്തോടെ പറഞ്ഞു: ഹേ ഭഗവാൻ, താങ്കൾ എന്നെ സുദർശനത്തിൽ നിന്ന് രക്ഷിക്കൂ. താങ്കൾ എന്റെ ഭക്തനെ അപമാനിച്ചു. താങ്കൾക്ക് താങ്കളുടെ കോപത്തിന്മേൽ നിയന്ത്രണമില്ല. അതിനാൽ എന്നോട് മാപ്പ് ചോദിക്കുന്നതിന് പകരം രാജ അംബരീക്ഷനോട് മാപ്പ് ചോദിക്കൂ. അദ്ദേഹം താങ്കളോട് ക്ഷമിച്ചാൽ മാത്രമേ താങ്കൾക്ക് സുദർശനത്തിൽ നിന്ന് രക്ഷയുള്ളൂ. ഇത് കേട്ട ദുർവാസാവ് അംബരീഷന്റെ അടുത്തേക്ക് ഓടി: അംബരീക്ഷ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ താങ്കളെ അപമാനിച്ചു. പക്ഷെ ഇപ്പോൾ എന്റെ ജീവൻ താങ്കളുടെ കയ്യിലാണ്. ദയവായി ഭഗവാൻ വിഷ്ണുവിന്റെ സുദർശനത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കൂ. രാജ അംബരീഷൻ ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. ഉടനടി സുദർശന ചക്രം അപ്രത്യക്ഷമായി. ഋഷി ദുർവാസാവ് ആശ്വാസത്തോടെ രാജാവ് അംബരീഷനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഭഗവാന്മാരായ ബ്രഹ്മദേവൻ, ശിവൻ, വിഷ്ണു എന്നിവരുടെ അടുത്തുപോയി. അവർക്കാർക്കും എന്നെ രക്ഷിക്കാനായില്ല. അവർക്കാർക്കുമില്ലാത്ത എന്ത് ശക്തിയാണ് ഈ ചക്രത്തെ തടയാൻ താങ്കൾക്കുള്ളത്? എന്റെ കയ്യിൽ ഭഗവാൻ വിഷ്ണുവിന്റെ സ്നേഹമെന്ന ശക്തിയാണുള്ളത്. ഈ ശക്തി കൊണ്ടാണ് താങ്കളുടെ പിന്നാലെ വന്ന ചക്രത്തെ ഞാൻ തടഞ്ഞത്. ഇത് കേട്ട എല്ലാവരും ഭഗവാൻ വിഷ്ണുവിന് ജയ് വിളിച്ചു.